ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും കൂട്ടനും അവിടെ റൂമിലുണ്ട്. അവൾ എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കളിപ്പിച്ചുകൊണ്ട് അച്ഛനിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം എന്താ പറയുക, ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരുന്നു. അപ്പോൾ എല്ലാവരും ആഘോഷങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ആഘോഷം കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം വീഡിയോ സമയം കിട്ടുന്നവർ മാത്രം കാണുക കേട്ടോ, അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇപ്പം അവർ വീഡിയോ ഇട്ടാലും ഞങ്ങൾ വീഡിയോ ഇട്ടാലും കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ വർഷം ഏതായാലും തീരാൻ പോവാണ്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം തന്നിട്ട് നമുക്ക് പുതിയ വർഷത്തിലേക്ക് പോകാം. പുതിയ വർഷം നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും എടുത്തിടാതെ ഭയങ്കര സന്തോഷമായിട്ട്, എന്ന് വെച്ചാൽ ഇപ്പോൾ സന്തോഷമില്ലെന്നല്ല കേട്ടോ, നല്ല ഇതായിട്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പം പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനല്ല, ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു വീഡിയോ. കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മെയിനായിട്ടും എന്താ പറയുക, കമൻറ്റ് കുഞ്ഞിന് എത്ര മാസമായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്കിപ്പം 3.5 മാസം കഴിഞ്ഞു. 4-ാം മാസത്തിലേക്ക് റണ്ണിങ് ആണ്. അതായത് ജനുവരി 3-ാം തീയതി ആകുമ്പോൾ അവൾക്ക് 4 മാസം കംപ്ലീറ്റ് ആകും. ജനുവരി 1-ാം തീയതി അവിടെ വാക്സിൻ ഉണ്ട്. 3.5 മാസത്തിന് വാക്സിനാണ്. അപ്പം അതെന്താണെന്നൊന്നും അറിയില്ല, പേടിയാണ്. കാരണം 3 ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് ഏത് വാക്സിൻ എടുത്താലും അവളെ ഭയങ്കരമായിട്ട് പനിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നറിയത്തില്ല. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്താ പറയുക, നമ്മുടെ കുഞ്ഞിനെ കാണാനായിട്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. നിലവിൽ ആരും വന്നിട്ടില്ല കാണാനായിട്ട്. ഇതുവരെ അവളെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആരും കണ്ടിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. റീസൺസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കല്ല, ഞാനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്, നമ്മൾ കണയങ്കവല്ലിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഈ റെൻറ്റിന് വീടെടുത്ത സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അച്ഛയും കേട്ടോ, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയും പെട്ടെന്നുള്ള ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനും, പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ എമർജൻസി കേസുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വീട് മാറുന്നത്. അവിടെ ഇത്തിരി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീട് മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ദിവസമായിട്ട് വീഡിയോയിൽ വരുന്ന കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിന് 3 മാസം പ്രായമായി, ഇനി എന്തിന് വീണ്ടും ഒരു വാടക വീട്ടിലേക്ക് പോകണം, നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ഓൾറെഡി വാവ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചേട്ടയുടെ വീട്ടിൽ എന്തെങ്കിലും വന്ന കമൻ്റ് ഉണ്ട് കേട്ടോ. വിഷ്ണു സംതിങ് അങ്ങനെ ആരും ചോദിച്ചൊരു കമൻ്റാണ്, നെഗറ്റീവ് ഒന്നല്ല കേട്ടോ. അപ്പം ഓർത്തിരുന്ന് ചോദിച്ച കാര്യമാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡെലിവറി കഴിയുമ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോഴും റെൻറ്റ് വീട്ടിലേക്ക് പോകുന്നത്, അല്ലെ ഫ്ലാറ്റിലേക്ക് പോകുന്നത്, അങ്ങോട്ട് പോയിക്കൂടെ എന്നുള്ള കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അത്രത്തോളം എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിങ്ങനെ ഈ ഒരു ഫ്ലാറ്റ് എടുത്ത് വന്ന് ആരും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാണും. നിങ്ങൾക്കറിയാം, ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. പിന്നെ അന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം കുഞ്ഞുമൊക്കെ ആയി കഴിഞ്ഞ് 2-3 മാസത്തിന് ശേഷം പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പോകണം എന്നായിരുന്നു പ്ലാൻ. പിന്നീട് ആ പ്ലാനൊക്കെ മാറി മറിഞ്ഞു. നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ മാറി ഇപ്പം ഇങ്ങനെയാണ് നിലവിലെ അവസ്ഥ. നമുക്കിപ്പോൾ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പിന്നെ കുഞ്ഞിനെ കൊണ്ടേ കാണിക്കുക എന്നുള്ളത്, അത് നമ്മൾ പോകും. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് ഏകദേശം 3 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇച്ചിരിയും ഇല്ലാത്ത എവിടെയും കൊണ്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവിടെ വഴക്കുണ്ടാക്കും. നമുക്ക് സ്വന്തമായി ഒരു വണ്ടി ഉണ്ട് എങ്കിൽ നമുക്ക് പോയി ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും കൊണ്ടേ കാണിക്കില്ല എന്നല്ല, കാണിക്കും നമ്മൾ. അത്രത്തോളം എനിക്കും നല്ല ആഗ്രഹം കൊണ്ട് കൊണ്ടേ കാണിക്കണമെന്ന്. പക്ഷേ നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ടാണ് കൊണ്ടേ കാണിക്കാൻ പോകാത്തത്. അത് ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തെറ്റല്ല, കാരണം നമുക്ക് മോശം സാഹചര്യമാണ്. അവിടുന്ന് ആർക്കും വന്ന് കാണാനുള്ള സാഹചര്യം ഇല്ല. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് പോയി കൊണ്ടേ കാണിക്കാനുള്ള സാഹചര്യവും ഇപ്പം നിലവിലില്ല. അപ്പം ഇനിയിപ്പം ജനുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അച്ഛൻ പോകുന്നുണ്ട് വീട്ടിൽ. അപ്പം ഞാൻ പോയിട്ട് ഒരുപാട് കാലമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോയിട്ടേ ഇല്ല. ഞാൻ പോകുന്നില്ല. ജനുവരിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അച്ഛൻ വീട്ടിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുതയൊന്നും ആരുമായിട്ടും ഇല്ല കേട്ടോ, ആരോടും ഇല്ല.
ഡെയിലി വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അച്ഛനുമായിട്ട് എപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഒരു കുഴപ്പവും ആ കാര്യത്തിലൊന്നുമില്ല. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അകന്ന് നിൽക്കുമ്പോൾ നമുക്ക് സ്നേഹം കൂടില്ലേ. നമ്മളെപ്പോഴും ആ വീട്ടിലുണ്ടായിരുന്നപ്പോഴത്തേനേക്കാളും സ്നേഹം ഇപ്പം അച്ഛയോടുണ്ട്. അപ്പം അത് മാറി നിൽക്കുന്നതുകൊണ്ടാണ് അതിന് സ്നേഹം എന്ന് വെച്ചാൽ എല്ലാവരും മാറി നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയ ഒരു കാര്യം അതുകൊണ്ടാണെന്ന് തോന്നി ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടേ കാണിക്കാത്തൊരു കാര്യം. ആളുകൾ ചോദിക്കുന്നില്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ത് കഴിയുമ്പോൾ പോകും എന്നുള്ളത്. നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. മനുഷ്യരല്ലേ, അതൊക്കെ ഉണ്ടാവില്ല. പിന്നെ വീടുകളാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന്. അത് ഒരിക്കലും പബ്ലിക്കായിട്ട് വന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയാനായിട്ട് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, പറഞ്ഞവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലിട്ട് കുത്തി കീറി നാശമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളായിട്ട് നമ്മുടെ ലൈഫ് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് അതിനകത്ത് ആരും കയറി പണിയുണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം നല്ല രീതിയിൽ നമ്മളിൽ തന്നെ ഒതുങ്ങി മുന്നോട്ട് പോകുന്നത്. അച്ഛാ ഒന്നുമില്ല. അപ്പം ആരും തട്ടി പോലെ തോന്നിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വിളിച്ച് ഒന്നും നമ്മൾ പറയാതിരിക്കുന്നത് കേട്ടോ. അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നേരത്തേക്ക് ഇങ്ങനെ ഓരോ ആളുകൾ കമൻറ്റ് ചെയ്യുമായിരുന്നു. കമൻ്റല്ലല്ലേ വിളിച്ച് പറയും, ഇതിനെക്കുറിച്ച് വീഡിയോയിൽ പറയാമോ, ഇന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന ഒരു സമയത്ത് ഞാൻ പെരുന്തൊട്ടി എൻ്റെ വീട്ടിലായിരുന്ന സമയം ഒരു ചേച്ചി കമൻറ്റ് ചെയ്തതാണ്. എന്നാണ് ചേച്ചിയുടെ കുഞ്ഞിനെ വല്ലാണ്ട് പ്രഗ്നൻ്റാണ് ആൾ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിയുടെ കുഞ്ഞിനെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ ആ ചേച്ചീനെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻറ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയമ്മ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പം ആ വീഡിയോ കണ്ട കുറേ ആളുകളല്ല, കുറച്ച് പേര് അത് വളരെ മോശമായിട്ട് ഞാൻ എൻ്റെ അമ്മായിമ്മേനെ കുറിച്ചാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അത് നേരെ അവിടെ ചെന്ന് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായി. അപ്പം അവരെ സംബന്ധിച്ച് അവരാരും വീഡിയോ കാണുന്നവരല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ആളുകൾ പറയണത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അത് ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരിക്കലും അവിടെയുള്ളവരെ കുറിച്ചല്ല എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞാലും അത് പിന്നെ അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് എനിക്ക് അനുഭവമാണ്. ഒരു കാര്യവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാലും ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മ അല്ലെങ്കിൽ എൻ്റെ മമ്മി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് ഞാൻ ആ വീഡിയോ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് അവിടെ ചെന്നിട്ട് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി അത് ഇച്ചിരി എരിപുളിയൊക്കെ കൂട്ടി ചെന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോകുന്നവരെ ഇങ്ങനെ വെട്ടിമുറിച്ച് സെറ്റാക്കി തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചിലർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ചില ഇതൊക്കെ ഉണ്ട് എല്ലാവരുടെയും പോലെ തന്നെ, എല്ലാവർക്കും ഒന്നും ഉണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. അപ്പം ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ ഒരാവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുമോ, ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാണ്ട് ഇതുണ്ട്. അപ്പം കാണുന്ന എല്ലാവർക്കും അതൊക്കെ മനസ്സിലാവും. അപ്പം നമ്മൾ വിളിക്കാഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ മാമോദിസയ്ക്ക് വരാൻ പറ്റാഞ്ഞത്. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റാഞ്ഞത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളല്ലോ. അപ്പം ഒന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. നമുക്കും ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ, പല കാര്യങ്ങൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ വീഡിയോ മനസ്സാ വാച ഞാൻ ആരെയും ഉദ്ദേശിച്ച് ചെയ്തതല്ല. അങ്ങനൊരു ചേച്ചി വിളിച്ചെന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അത് ഞാനുമായിട്ട് കമ്പയർ ചെയ്ത്, ഞാനും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് കണ്ട് വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും. വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണണ്ട. അതിന് തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് വന്ന ഒരു കമൻറ്റ് അല്ലെങ്കിൽ എന്നെ വിളിച്ച ഒരാൾക്കുള്ള ആളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് അതിൻ്റെ ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് അത് കണ്ടിട്ട് എൻ്റെ ആ മമ്മിയുടെ അടുത്ത് അവിടെ ചെന്നിട്ട് ഞാൻ മമ്മീനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതിന് മുന്നിട്ടിറങ്ങിയേക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അറിയാലോ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം സത്യമായിരിക്കും എന്ന് ചിന്തിക്കും. മനുഷ്യരല്ലേ, ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ കുറേ പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെല്ലാം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിക്കാൻ ഒരു പട്ടി ഉണ്ടാകത്തില്ല. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പേരിലൊരിത് വന്നു പോയിട്ടുണ്ടോ നമ്മളെ മനസ്സിലാക്കാൻ വേറൊരാൾക്കും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഇനിയൊന്നും
മറ്റുള്ളവരെ ഉദ്ദേശിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചിട്ടാണെങ്കിലും വീഡിയോ ഇല്ല. നമ്മൾ 3 പേരടങ്ങുന്ന ഒരു ജീവിതം, ഒരു കുടുംബം, അതേ ഉള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെയും കാണിക്കുക. അല്ലാതെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തവരെ ആരെയും നമ്മൾ ഒരു വീഡിയോയിലും കാണിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് കാര്യം എന്നൊന്നും പറയുന്നില്ല. അപ്പം എല്ലാ വീട്ടിലെയും പോലെ ചെറിയ ചില അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മളിങ്ങനെയൊക്കെ അകന്നൊക്കെ നിൽക്കുമ്പോൾ എന്ന് വെച്ച് ആവശ്യം വന്നു കഴിഞ്ഞാൽ പോകാതിരിക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മളുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവും, എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അപ്പം അതാണ് അതിൻ്റെ കാരണം. നമ്മൾ ഏത് വീഡിയോ ചെയ്താലും അതിനിടയിൽ വരാറുണ്ടെങ്കിൽ എന്താ കമൻറ്റ് ചെയ്തവരെ കുറ്റം പറയല്ല കേട്ടോ. കമൻറ്റ് ചെയ്ത് ആരെയും കുറ്റം പറയല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം ന്യായമാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ റീസൺ. നമുക്കൊരിക്കലും ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തായാലും നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുതാണെങ്കിൽ ഒരു വീട് നമ്മുടേതായിട്ട് നമുക്ക് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് പുതിയൊരു വർഷം തുടങ്ങുന്നു. അടുത്ത വർഷം, ഒരു വർഷം കൊണ്ടൊന്നും നടക്കുന്ന ഒരു സ്വപ്നം അല്ല അത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ട ആഗ്രഹമുണ്ട്. റെൻറ്റ് ഹൗസിൽ, അതുപോലെ ഇതുപോലെ ഫ്ലാറ്റിൽ, വീടുകളിലൊക്കെ കഴിയുന്നവർക്ക് മനസ്സിലാവും സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ മുന്നിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിലേക്ക് അവിടുന്ന് പപ്പാനും മമ്മീനും കൊണ്ടുവരണമെന്നാണ് നമുക്ക് ആഗ്രഹം. അവിടെ പോയി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അവർക്ക് അവിടുന്ന് മാറാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. അപ്പം അവിടുത്തെ തിരക്കുകളൊക്കെ മാറ്റി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അവരവർ നാടിനോടൊരു ഇത്. അപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവരാരും വരാത്തത്. ഞങ്ങൾ വിളിക്കാനായിട്ടല്ല. നമ്മൾ എപ്പോഴും പറയും അവിടുന്ന് പോകണ്ട, നമുക്ക് വിട്ടിട്ട് പോകാം, എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയും. പക്ഷേ അവിടെ നിൽക്കാൻ ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പം എൻ്റെ വീട് ഭയങ്കര ഇതാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെയാണ് എല്ലാവർക്കും അവരവർ ജനിച്ച് വളർന്ന സ്ഥലം. അപ്പോൾ അതൊരു അവിടെ നിന്ന് പോരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളൊരു നല്ല ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരണം എന്നല്ല, നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവരുമായിട്ടും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പം ദൈവം അനുഗ്രഹിച്ച് നടക്കട്ടെ. പുതിയ വർഷം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി ആരും എന്താണ് പോകാത്തത്, അല്ലെങ്കിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇടയ്ക്ക് മമ്മി വിളിച്ചു. അപ്പോൾ ഇനി ആരും എന്താണ് പോകാത്തത് അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് പോകാത്തത്, എന്താ പോകാത്തത് എന്ന് ചോദിക്കരുത്. കുടുംബമാണ്, അതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. നിങ്ങൾ അതിനിടയിലും ചേച്ചി ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുത്തി ചോദിക്കരുത്. കുത്തി ചോദിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇലയ്ക്ക് മുള്ളിന് കേടില്ലാതെന്ന് പറയില്ലേ. അപ്പോൾ ഇലയ്ക്ക് മുള്ളിന് കേടില്ലാതെ നമ്മൾ ഈ ഒരു സംഭവം അങ്ങ് ഞാൻ പറഞ്ഞതാണ്. അപ്പം പോകും നമ്മൾ എന്തായാലും. പക്ഷെ അതെന്നാണ് എന്ന് പറയാൻ പറ്റില്ല. മമ്മി ദൂരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വർഷത്തിൽ ഈ വക ചിന്തകളെ കാര്യങ്ങളൊന്നും വേണ്ട, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളോട് ചോദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പേഴ്സണലായിട്ട് വെക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അമ്മ വിളിച്ചു, അതാണ് കട്ടായത്. അപ്പോൾ എന്തായാലും ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. ഈ വർഷം ഇത് പറഞ്ഞ് തീർക്കണം എന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്നു സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ 2024 തീരുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും മനുഷ്യരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ മോശം വരുമ്പോൾ നമ്മളതിന് റിയാക്ട് ചെയ്തെന്ന് വരും. അപ്പം ഓർക്കുക, നിങ്ങൾ കമൻറ്റ് ഇടുന്ന അതേ വികാരമാണ് കമൻറ്റ് വായിക്കുന്ന നമുക്കും ഉള്ളത്. അപ്പോൾ അത് കാണുമ്പം നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് കണ്ട് ഇറിറ്റേറ്റ് ആയിട്ടായിരിക്കും നമ്മളതിന് റിപ്ലൈ തരിക. അപ്പം നിങ്ങളെപ്പോലെ തന്നെ പച്ച മനുഷ്യരാണ് നമ്മളെന്ന് വിചാരിക്കുക. നമ്മൾ തിരിച്ചതിന് ചിരിച്ചുകൊണ്ട് മാത്രം റിപ്ലൈ പറയണം എന്ന് വിചാരിക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ആരുടെങ്കിലുമൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.